ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം തുടരുന്നു ഉത്തരകാശിയിൽ നിന്ന്. ബൽറാം, രക്ഷാപ്രവർത്തകരെ എയർലിഫ്റ്റ് ചെയ്യുന്ന തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹെലികോപ്റ്ററിൽ അവരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഏത് നിലയ്ക്കാണ് ഇപ്പോൾ ദൗത്യം നടക്കുന്നത്? അതിന്റെ പുരോഗതി എത്രമാത്രമുണ്ട് ബൽറാം? ജി.കെ, ഈ ഒരു ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ രക്ഷാ ദൗത്യം തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത്. പതിവ് രീതിയിൽ പോലും രക്ഷാപ്രവർത്തനം സാധ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ട്. കാരണം ഈ മേഖലയിൽ റോഡ് മാർഗം എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് ബട്ട്വാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ദുരന്തം നടന്ന ഈ ധാരാലിയിൽ നിന്നും ഏതാണ്ട് 50 കിലോമീറ്റർ അകലെ വെച്ച് റോഡ് ഗതാഗതം പാടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. 3 ഇടങ്ങളിലായി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. 2 ഇടങ്ങളിൽ റോഡ് പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. ഒരിടത്ത് പാലം വേർപെട്ടു പോയിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം പുനഃസ്ഥാപിക്കുക ഏറെ ശ്രമകരമാണ്. തൊട്ടു താഴെ ഗംഗാ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുത്തിയൊലിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് ഏറെ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തകരെ എയർലിഫ്റ്റ് ചെയ്യുന്ന നടപടിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംഘം NDRFന്റെ ഒരു ടീം, അതായത് 30 പേർ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് NDRFന്റെ ഓപ്പറേഷൻ കമാൻഡർ സുദേശ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഹെലികോപ്റ്ററും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ചിനൂക്ക് ഹെലികോപ്റ്ററുകളാണ് ഈ രക്ഷാപ്രവർത്തകരെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നത്. ഇവരോടൊപ്പമുള്ള സാമഗ്രികൾ, രക്ഷാ സാമഗ്രികൾ, കൈക്കോട്ട്, കയറ്, ഒപ്പം തന്നെ മൺവെട്ടി, കൂടാതെ പിക്കാസ് അടക്കമുള്ള, കൂടാതെ കോൺക്രീറ്റും മരങ്ങളും മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അടക്കമുള്ളവ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട്. ഇത്തരം സാമഗ്രികൾ നിറച്ചു കഴിഞ്ഞാൽ പിന്നീട് 4 or 5 പേർക്ക് മാത്രമാണ് പോകാൻ കഴിയുന്നത്. ഈ ഒരു ഹെലികോപ്റ്ററിൽ 3 പേർ മാത്രമാണ്, 3 രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് പോകാൻ കഴിയുന്നത്. ഇത് വലിയ ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്നു. ഒരു NDRF ടീമിൽ 30 പേരാണെങ്കിൽ ഒരു ടീമിനെ കൊണ്ടുപോകാൻ ഈ ഹെലികോപ്റ്ററിന് ഏതാണ്ട് 10 തവണ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ 2 ഹെലികോപ്റ്ററുകൾ ഈ ഒരു ഹെലിപ്പാഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നത് ഡെറാഡൂണിൽ നിന്നാണ്. ഡെറാഡൂണിൽ നിന്നും ഹെലികോപ്റ്ററുകൾ 3 ഹെലികോപ്റ്ററുകളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും മറ്റൊരു വെല്ലുവിളി എന്നുള്ളത് ഈ പ്രദേശത്ത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ട് ബൽറാം. പലപ്പോഴും സിഗ്നലുകൾ കട്ടായി പോകുന്നത്, അവിടുത്തെ മൊബൈൽ കമ്മ്യൂണിക്കേഷന് വലിയ തകരാറ് സംഭവിക്കുന്നത് കൊണ്ടാണ് സിഗ്നലുകൾ കിട്ടാതെ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ബൽറാം നെടുങ്ങാടിയാണ് ഉത്തരകാശിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ദുഷ്കരമായ സാഹചര്യത്തിലാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. ഹെലികോപ്റ്ററിൽ ഈ രക്ഷാദൗത്യത്തിന് ആവശ്യമായ ഈ ഉപകരണങ്ങളൊക്കെ കൊണ്ടാണ് 3 or 4 പേരടങ്ങുന്ന സംഘത്തെ നിരവധി തവണയായി കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 2 ഹെലികോപ്റ്ററുകളാണ് ആ സർവീസിനുള്ളത്. NDRFന്റെ പ്രത്യേക സംഘം ഇവിടെ എത്തി ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. റോഡുകൾ, പാലങ്ങൾ ഒക്കെ തന്നെ ഈ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയി ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അങ്ങേയറ്റം ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഉത്തരാഖണ്ഡിലെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. NDRF സംഘം, സൈന്യമൊക്കെ ഈ സ്ഥലത്ത് ഇറങ്ങി അവരുടെ രക്ഷാദൗത്യത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന വിവരമാണ് ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധി ഉത്തരാഖണ്ഡിൽ നിന്ന് നൽകുന്നത്. 24 വാർത്താ സംഘം ഉത്തരാഖണ്ഡിൽ തമ്പടിച്ച് അവിടെ നിന്നുമുള്ള തത്സമയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്.